നേർവീതി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവെക്കുന്നു. ശ്രദ്ധിച്ചാലും മാളികമുറി സംഭവങ്ങൾ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 4 വരെ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും. പെന്തക്കോസ്താൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്നു. പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ ആകാശത്തു നിന്നൊരു മുഴക്കമുണ്ടായി. അവർ ഇരുന്നിരുന്ന വീട് മുഴുവനും നിറച്ചു. അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി അവരിൽ ഓരോരുത്തരുടെ മേൽ പതിഞ്ഞു. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ആത്മാവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ച് തുടങ്ങി. ഇവിടെ 3 കാര്യങ്ങൾ സംഭവിച്ചാണ് എഴുതിയിട്ടുള്ളത്. ഒന്ന്, ഒരു വലിയ മുഴക്കം, കൊടിയ കാറ്റടിക്കുന്നത് പോലെയുള്ള ഒരു മുഴക്കം ആ വീട് മുഴുവനുണ്ടായി. 2, അഗ്നിജ്വാല പോലെ പിറന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമാകുകയും അത് അവരുടെ മേൽ പതിയുകയും ചെയ്തു. 3, എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ആത്മാവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ, അതായത് മറ്റൊരു ഭാഷയിൽ അവർ സംസാരിച്ചു തുടങ്ങി. ഇതാണ് വലിയ മുഴക്കം, കൊടിയ കാറ്റടിക്കുന്നത് പോലെയുള്ള ആ മുഴക്കം ഈ മാളികമുറിയിൽ ഉണ്ടായത് പുറത്തുള്ള ആളുകൾ കേൾക്കാനിടയായി. ആ മുഴക്കം കേട്ടാൻ ആളുകൾ രാവിലെ പെരുന്നാളിന് പോകാൻ വന്ന ആളുകൾ, പല രാജ്യത്തു നിന്ന് വന്ന ആളുകൾ ഈ മുഴക്കം എന്താണെന്ന് കേൾക്കാനാണ് അടുത്തു വന്നത്. അത്ര ഭീകരമായ മുഴക്കമായിരുന്നു. ഈ അഗ്നിജ്വാല പോലെ പിളർന്ന നാവുകൾ പ്രത്യക്ഷമായത് അത് വഴിയിൽ നിന്ന ആളുകൾ കണ്ടില്ല. അത് കണ്ടത് ഈ അപ്പോസ്തലന്മാരാണ്. പിന്നീട് അവര് വളരെ ശബ്ദമുയർത്തി ഈ പുറത്തുനിന്ന് വന്ന ആളുകളുടെ ഭാഷയിൽ സംസാരിച്ചു. അപ്പോൾ അവർ കൗതുകത്തോടെ ഇങ്ങനെ അത് കേട്ടുകൊണ്ടിരുന്നു. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എന്തിനാണ് ഈ വലിയ മുഴക്കം ഉണ്ടായത്? പെന്തക്കോസ്ത് അനുഭവം എന്ന് പറയുന്നത് ഇവിടെ 3 കാര്യമാണ്. വാസ്തവത്തിൽ 3 അല്ല. തുടർന്ന് പത്രോസ് വളരെ ശക്തിയോടുകൂടെ പ്രസംഗിക്കുകയാണ്. ഇരുവായ പത്രോസ്, യേശുവിനെ തള്ളിപ്പറഞ്ഞ പത്രോസ്, ഈ പ്രസ്ഥാനം വിട്ട് മീൻ പിടിക്കാൻ പോയ പത്രോസ്, അദ്ദേഹം യഥാസ്ഥാനപ്പെട്ടിട്ട് ഇപ്പോൾ അദ്ദേഹം യെരുശലേമിലെ പെരുന്നാൾ അതിന് വന്ന ആളുകളോട് പ്രസംഗിക്കുകയാണ്. വാസ്തവത്തിൽ അതും പെന്തക്കോസ്ത് അനുഭവമാണ്. എന്തുകൊണ്ടാണ് ഈ വലിയ മുഴക്കം ഉണ്ടായത്? ഇതിനിടയ്ക്ക് ഒരു കാര്യം ഞാൻ പറയട്ടെ. പെന്തക്കോസ്ത് നാളിൽ കാറ്റുണ്ടായില്ല. ചില ആളുകൾ പറയുന്നത് കാറ്റുണ്ടായി, പുതിയ കാറ്റടിക്കണമേ എന്നൊക്കെയുള്ള ഒരു പാട്ട് ഉണ്ട്. പെന്തക്കോസ്ത് നാളിൽ കാറ്റുണ്ടായില്ല. പുതിയ കാറ്റടിക്കുന്നത് പോലെ ഒരു മുഴക്കം മാത്രമാണ് ഉണ്ടായത്. രണ്ടാമത് പെന്തക്കോസ്ത് നാളിൽ തീ ഉണ്ടായില്ല. അഗ്നിജ്വാല പോലെ പിളർന്ന നാവുകൾ. തീ ഉണ്ടായില്ല, ചൂടുണ്ടായില്ല. അഗ്നിജ്വാല പോലെ പിളർന്ന നാവുകൾ പ്രത്യക്ഷപ്പെട്ടു, അവരിൽ ഓരോരുത്തരുടെ മേൽ പതിഞ്ഞു. 3-ാമത്തേതാണ്, അവര് ശ്രോതാക്കളുടെ ഭാഷയിൽ ദൈവവചനം പറഞ്ഞു, ശബ്ദത്തിൽ പറഞ്ഞു. 4-ാമത് പത്രോസ് മാതൃഭാഷയിൽ തദ്ദേശവാസികളോട് യേശുവിൻ്റെ സുവിശേഷം പ്രസംഗിച്ചു. എൻ്റെ ചോദ്യം, എന്തിനാണ് ഈ മുഴക്കം ഉണ്ടായതും ഈ അഗ്നിജ്വാല പോലെ പിറന്ന നാവുകൾ പ്രത്യക്ഷപ്പെട്ടത്? പ്രിയപ്പെട്ടവരെ, ഉത്തരം വളരെ ലളിതമാണ്. അതായത് യേശു വരുന്നതിന് മുമ്പുള്ള കാലം പിതാവിൻ്റെ കാലമാണ്. പിന്നീടുള്ള കാലം പുത്രൻ്റെ കാലമാണ്. പെന്തക്കോസ്ത് നാൾ മുതൽ പരിശുദ്ധാത്മാവിൻ്റെ കാലമാണ്. പിതാവായ ദൈവം സീനായ് മലയിൽ പ്രത്യക്ഷപ്പെട്ട് ദൈവവചനം മോശയ്ക്ക് നൽകിയ സമയത്ത് അവിടെ നമ്മൾ മിന്നൽ ഉണ്ട്, കാഹളനാദമുണ്ട്, ഊരിരുട്ടുണ്ട്, അവിടെ ഭൂമി കുലുക്കമുണ്ട്. അങ്ങനെയുള്ള ഭീകരമായ അല്ലെങ്കിൽ വിഭത്സമായ ഒരു രംഗം അവിടെയുണ്ട്. കാരണം പിതാവ് ഭൂമിയിലേക്ക് വരികയാണ്. പുത്രൻ തമ്പുരാൻ മനുഷ്യത്തെ രക്ഷിക്കാൻ വന്ന് കാൽവറിയിൽ മരിക്കുന്ന സമയത്ത്, രക്ഷാമാർഗം ഒരുക്കുന്ന സമയത്ത് ഭൂമി കുലുങ്ങി, പാറ പിളർന്നു, കല്ലറ തുറന്നു. ദൈവം തിരശ്ശീല മേൽതൊട്ട് അവിടെ 2 ചെല്ലിപ്പോയി.
അപ്പോൾ പിതാവ് സീനായ് മലയിൽ ഇറങ്ങി വന്ന സമയത്ത് വാക്കുകളുടെ ശബ്ദം, കാഹളനാദം, മിന്നല്, ഭൂമികുലുക്കം ഇതൊക്കെ ഉണ്ടായി. പുത്രൻ തമ്പുരാൻ രക്ഷയൊരുക്കിയ സമയത്ത് ഭൂമി കുലുങ്ങി, പാറ പിളർന്നു, കല്ലറ തുറന്നു, തിരശീല മേൽതൊട്ടോളിനുണ്ടായി ചിന്തി. പരിശുദ്ധാത്മാവാൻ ദൈവം ശുശ്രൂഷ ഏറ്റെടുക്കുവാൻ ഭൂമിയിൽ വരുമ്പോൾ തീർച്ചയായിട്ടും ഇതുപോലെ എന്തെങ്കിലും ഉണ്ടാകണ്ടേ? അതാണ് പരിശുദ്ധാത്മാവ് ദൈവമാണ് എന്നുള്ളതിൻ്റെ വളരെ വ്യക്തമായ സ്പഷ്ടമായ ഒരു തെളിവ് നമുക്ക് നൽകുകയാണ്. അതുകൊണ്ടാണ് പുതിയ കാറ്റടിക്കുന്നത് പോലെ ഒരു മുഴക്കമുണ്ടായത്. ആ മുഴക്കം കേട്ട് ജനങ്ങൾ അടുത്തു വരാൻ വേണ്ടി കൂടെയാണ്. രണ്ടാമത്, ഈ അഗ്നിജ്വാല പോലെ പിളർന്ന നാവുകൾ പ്രത്യക്ഷപ്പെട്ട് അവിടെയുള്ള ഈ 12 ശിഷ്യന്മാരുടെ മേൽ പതിഞ്ഞത്. അതായത് ജനത്തിൻ്റെ ഭാഷയിൽ സംസാരിക്കാൻ അവർക്ക് ഭാഷാപരം നൽകപ്പെടുകയായിരുന്നു. അവരാണ് ആ സമയത്ത് അതിൻ്റെ പ്രതിഫലനമായി ഓരോരുത്തരും ഓരോ ഭാഷയിൽ, അതായത് കേൾവിക്കാരുടെ ഓരോ ഭാഷയിൽ 10-18 ഭാഷക്കാർ അത് കേൾക്കാനായിട്ട് അവിടെ തടിച്ചു കൂടിയിരുന്നു എന്ന് നമ്മൾ പിന്നീട് വായിക്കുന്നുണ്ട്. അപ്പോൾ ഓരോ ശിഷ്യൻ, ഒരാൾ ഒരു ഭാഷയിൽ പറയുന്നു, അത് കഴിഞ്ഞ് വേറൊരു ഭാഷയിൽ പറയുന്നു, വേറൊരാൾ വേറൊരു ഭാഷയിൽ പറയുന്നു. അങ്ങനെ ഈ 11 ശിഷ്യന്മാരും നാട്ടുകാരുടെ, ദൂരദേശത്തു നിന്ന് വന്ന ആളുകളുടെ ഭാഷയിൽ സംസാരിക്കുക. ചില ആളുകൾ പറയുന്നത് അങ്ങനെയല്ല, അവർ അന്യഭാഷ പറഞ്ഞു, കേട്ടവർക്ക് അവനവൻ്റെ ഭാഷയിൽ തിരിഞ്ഞു എന്നാണ്. അങ്ങനെയാണെങ്കിൽ ഭാഷാപരം പറഞ്ഞവനാണോ കേട്ടവനാണോ? ഭാഷാപരം പറഞ്ഞവനാണ്. ഭാഷ പഠിക്കാതെ ദൂരെ നിന്ന് വന്നിട്ടുള്ള ആ ആളുകളുടെ ഭാഷയിൽ പറയുവാൻ വരം ലഭിച്ചിരിക്കുകയാണ് അവർക്ക്. അതാണ് കാരണം. നിങ്ങൾ ദൂരദേശത്തേക്ക് സുവിശേഷം അറിയിക്കാൻ പോകേണ്ടവരാണ്, അതിന് പേടിക്കേണ്ട ആവശ്യമില്ല. ഭാഷയുടെ കാര്യത്തിൽ ഞാൻ കൂടെ ഇരിക്കാം എന്ന് കർത്താവിടെ തെളിയിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവാൻ ദൈവം ശുശ്രൂഷ ഏറ്റെടുക്കുവാൻ പിതാവിൻ്റെ വാഗ്ദത്തമായ പരിശുദ്ധാത്മാവ് പിതാവിനോട് ചോദിച്ചിട്ട് പുത്രൻ തമ്പുരാൻ അയച്ച പരിശുദ്ധാത്മാവ് വന്നത് അപ്പോസ്തലന്മാരുടെ മധ്യത്തിലേക്കാണ്. കാരണം അവരാണ് സുവിശേഷം ഉടനെ പറയേണ്ടത്, ദൂരദേശത്ത് പോയി പറയേണ്ടത്. പ്രിയപ്പെട്ടവരെ, വെറും സാധാരണക്കാരായ, പഠിപ്പില്ലാത്ത, സാമാന്യരായ ഈ അപ്പോസ്തലന്മാർക്ക് വിദേശ ഭാഷകൾ സംസാരിക്കാൻ പെട്ടെന്ന് ജ്ഞാനം പരിശുദ്ധാത്മാവ് നൽകി. തീർച്ചയായിട്ടും കർത്താവ് ഞാൻ കൂടെ ഇരിക്കാമെന്ന് പറഞ്ഞത് തെളിയിച്ചു. തീർച്ചയായിട്ടും കർത്താവ് വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനാണ്. നമ്മുടെയൊക്കെ കാര്യത്തിൽ കർത്താവ് നമ്മളോട് കൂടെ ഇരുന്ന് നമ്മളെ ഉപയോഗിക്കും, നമ്മളെ പ്രയോജനപ്പെടുത്തും. കർത്താവിൻ്റെ വലിയൊരു നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.